ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് രീതിയിൽ പാൻറ്റിൻ്റെ അളവെടുക്കാൻ പഠിച്ചു. അതായത് കസ്റ്റമറുടെ ദേഹത്തു നിന്നും അതുപോലെ തന്നെ നമ്മുടെ പാൻറ്റിൽ നിന്നും അളവെടുക്കാനുള്ളത് പഠിച്ചു. അപ്പം ആ അളവ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പാൻറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു പാറ്റേൺ വരക്കുക എന്നുള്ളതാണ് ആദ്യം പഠിക്കുന്നത്. നമ്മൾ ഇപ്പം നമ്മൾ ഇതിൽ വരയ്ക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് പഠിച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നേരെ നമ്മൾ തുണിയിലേക്കാണ് വരയ്ക്കുക. അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ അളവ് എഴുതിയ പേപ്പർ, അതിനിപ്പോൾ പേപ്പർ മറിച്ച് നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയെടുത്തിട്ട് നിങ്ങൾ അടുത്ത് വെക്കണം. അത് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് നീളം 36 ഇഞ്ചാണ് ഞാൻ എൻ്റെ അളവെടുത്തതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കണം എന്ന് വെച്ചാൽ ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കണം. ഇതിലൊരു ഏകദേശം ഞാൻ കാണിക്കുന്നത്, അളവ് കറക്റ്റ് കാണിക്കുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ അളവ് പിടിച്ചാൽ കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾക്കൊരു ആദ്യം സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. ആ സ്ട്രൈറ്റ് ലൈനിന് താഴ്ന്ന് മേലത്തേക്ക്, അതായത് ഇവിടെ ഒരു മാർക്കിങ്, ഇവിടെ ഒരു മാർക്കിങ്, ഇവിടെ ഒരു മാർക്കിങ്, ഇവിടെ ഒരു മാർക്കിങ്, ഇത്രയും മാർക്കിങ് ചെയ്യണം. അതിൽ A to B, ഫസ്റ്റത്തെ മാർക്കിംഗ് എന്ന് പറയുന്നത് AB. ഈ എയും ബി എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് നീളം അതാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള നീളം എന്ന് പറയുന്നത് 36 ഇഞ്ചാണ്. അപ്പോൾ A to B എന്ന് പറയുന്നത് 36 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിലായിട്ട് എഴുതി വെക്കണം A to B സമം 36 ഇഞ്ച്. ഓക്കെ. അതിനുശേഷം B to C, നമ്മളൊരു C മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ B to C എന്ന് പറഞ്ഞാൽ ഈ നീളം എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളെ പാൻറ്റിൻ്റെ നീളം. ഈ എക്സ്ട്രാ വരുന്ന നീളം എന്താണ്? പാൻറ്റിൻ്റെ താഴെ മടക്കി തയ്ക്കാനുള്ള നീളമാണ്. അപ്പോൾ മടക്കി തയ്ക്കാൻ വേണ്ടി നമ്മൾ എത്ര കൊടുക്കുന്നോ അതാണ് ഇവിടെ എടുക്കുന്നത്. ഓരോരുത്തർ ചിലർ വീതിയിൽ മടക്കി തയ്ക്കേണ്ടി വരും. ഇപ്പോൾ അധികം നമുക്ക് വീതിയിലാണ് പാൻറ്റിൻ്റെ താഴ്ഭാഗം മടക്കി തയ്ക്കുന്നത്. ആ രീതിയിലാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളത് ഇടണം. നമ്മളിപ്പോൾ നോർമൽ ഒരു 4 ഇഞ്ചാണ്. ഇപ്പോൾ നമ്മൾ ആ കുറച്ച് വീതിയുള്ളത്, അതായത് 2 ഇഞ്ച് വീതി കിട്ടണമെങ്കിൽ 2 പ്രാവശ്യം മടക്കി തയ്ക്കുമ്പോൾ മൊത്തം 4 ഇഞ്ച്. അപ്പോൾ B to C എന്ന് പറയുന്നത് 4 ഇഞ്ച്. C to B എന്ന് എഴുതിയാലും B to C എന്ന് എഴുതിയാലും സെയിം ആണ്, 4 ഇഞ്ച്. അതിനുശേഷം നമ്മളിവിടെ D എന്ന് മാർക്ക് ചെയ്യുന്നു. A to D ഇതെന്ന് പറയുന്നത് നമ്മുടെ അലാസ്റ്റിക് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉള്ളിലേക്ക് മടക്കി തയ്ക്കുന്ന ഭാഗം. അവിടെ നമ്മൾ അലാസ്റ്റിക് ആണെങ്കിൽ 2 ഇഞ്ചും വള്ളിയാണെങ്കിൽ 1.5 ഇഞ്ചുമാണ് എടുക്കുക. അപ്പോൾ A to D എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് വള്ളിയാണ്. അപ്പോൾ A to D എന്ന് പറയുന്നത് സമം 1.5 ഇഞ്ച്. ഓക്കെ, ഇത്രയും കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് സീറ്റ് റൗണ്ടാണ്. നമ്മൾ നീളം ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് സീറ്റ് റൗണ്ടാണ്. സീറ്റ് റൗണ്ട് നമുക്ക് അളന്നെടുത്തപ്പോൾ എത്രയാണ് കിട്ടിയതെന്ന് നോക്കണം. ഇവിടെ എനിക്ക് അളന്നെടുത്തപ്പോൾ കിട്ടിയത് 38 ഇഞ്ചാണ്. ഓക്കെ, നിങ്ങളെ അളവ് വെച്ച് ചെയ്യുക. എനിക്ക് കിട്ടിയത് 38 ഇഞ്ചാണ്. 38 ഇഞ്ച് എന്ന് പറയുമ്പോൾ 38ൻ്റെ 4/1 എത്രയാ? 38ൻ്റെ പകുതി 19, 19ൻ്റെ പകുതി എത്രയാ? 9.5. അപ്പോൾ 9.5 കൊടുത്താൽ എത്രയായിരിക്കും? 9.5 എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ആൾ, ഞാൻ അത്യാവശ്യം കുറച്ചൊരു നോർമൽ വണ്ണമുള്ള ഒരാളതാണ് എടുത്തത്, മീഡിയം സൈസിൽ വണ്ണമുള്ള. അപ്പോൾ 9.5 എന്ന് പറയുമ്പോൾ ഒട്ടും വണ്ണം കിട്ടില്ല, കുറച്ച് ലൂസിൽ കിട്ടണമല്ലോ നമുക്ക് പാൻറ്റിൻ്റെ ഈ സീറ്റ് റൗണ്ട്. സീറ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഏത് ഭാഗമാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ ഈ ഒരു സീറ്റ് വരുന്ന ഭാഗം. അപ്പോൾ 9.5 എന്തായാലും പറ്റില്ല. അപ്പോൾ അതിനൊരു മെത്തേഡ് ഉണ്ട്. അതായത് ഈ സീറ്റ് റൗണ്ടും അതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ടും, അത് രണ്ടും നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനോട് 10 കൂട്ടുക. അതായത് ഒരാളുടെ കസ്റ്റമറുടെ ദേഹത്ത് നിന്ന് കറക്റ്റ് അളവെടുത്തതാണെങ്കിൽ, തുണിയിൽ നിന്ന് എടുത്ത അളവാണെങ്കിൽ, പാൻറ്റിൽ നിന്ന് നേരിട്ടെടുത്ത അളവാണെങ്കിൽ അങ്ങനെ കൂട്ടേണ്ട ആവശ്യമില്ല. നേരെ തിരിച്ച് കസ്റ്റമറുടെ ദേഹത്ത് നിന്ന് എടുത്ത അളവാണെങ്കിൽ അതിനോട് 10 ഇഞ്ച് കൂട്ടുക. ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് റൗണ്ട് 38 ഇഞ്ചാണ്. അതിനോട് 10 ഇഞ്ച് കൂട്ടുക. അപ്പോൾ എത്രയായി? 48 ഇഞ്ച്. 48ൻ്റെ സമം 48. ഇതിനെ നമ്മൾ 4 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 48നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 12 ഉത്തരം കിട്ടുക. അതിൻ്റെ കൂടെ എന്ത് വേണം? പ്ലസ് എത്രയാണ് തയ്യൽ തുമ്പ്, അത് ഇവിടെ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ്? 12 ഇഞ്ച്. അതായത് നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ 12 ഇഞ്ച് വേണം. ഓക്കെ, ഇപ്പോൾ D ഇവിടെ ഞാൻ E എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്.
ഇത് ഞാൻ മായ്ച്ച് കളയാണ് വരയ്ക്കാനുള്ള ഒരു സൗകര്യത്തിന്. എന്ന് മാർക്ക് ചെയ്യാണ്. ഈ പോയിന്റ് എത്രയാണ്? 12 ഇഞ്ച്. ഓക്കെ, ഇത് ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്നും കുറച്ച് താഴെന്നും അതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഈ 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെയും സ്ട്രെയിറ്റ് ലൈൻ ആക്കുക. ഓക്കെ, ഞാൻ വരയ്ക്കുന്നത് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണോ എന്ന് അറിയുന്നില്ല. ഓക്കെ, ഇതാണ് ഇപ്പൊ നമ്മുടെ ഒരു മൊത്തത്തിലൊരു ഫ്രെയിം ആയിട്ട് കിട്ടുക. ഇതിപ്പോൾ നമ്മൾ തുണിയിലാണെങ്കിൽ നമുക്ക് ഇത്രയൊന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിത് ഇപ്പോൾ ഫസ്റ്റിൽ പറഞ്ഞു തരുന്നതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. തുണിയിലാകുമ്പോൾ നമുക്ക് ഇത്രക്കൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ DF എന്ന് പറഞ്ഞത് എത്രയാണ്? സീറ്റ് റൗണ്ട് ഇവിടെ ഞാൻ SR എന്ന് ഇടുന്നുള്ളൂ, എഴുതാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. സീറ്റ് റൗണ്ട് പ്ലസ് എത്രയാ? 10/4 പ്ലസ് 1 ഇഞ്ച്. ഓക്കെ, അപ്പോൾ എത്ര നമുക്ക് കിട്ടിയത്? എൻ്റെ സീറ്റ് റൗണ്ട് 38 ആയിരുന്നു. 38ഉം 48/4 12 പ്ലസ് 1 ദാറ്റ് ഈക്വൽ ടു 13 ഇഞ്ച്. ഓക്കെ, അപ്പോൾ DF എന്ന് പറയുന്നത് 13, അതുപോലെ തന്നെ CF എന്ന് പറയുന്നത് 13. അപ്പോൾ വേണമെങ്കിൽ DF ഈക്വൽ ആണ് CF എന്ന് എഴുതാം. ഇത് നിങ്ങളിവിടെ ഞാൻ ഈ എയും ബിയും സിയും ഒക്കെ ഇടുന്നതുകൊണ്ട് ഒരു ഡൗട്ടും വിചാരിക്കേണ്ട. നമുക്ക് ഈ ഒരു വരകൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അല്ല അപ്പോൾ ഈ വര 36, ഇതിനോട് ഇങ്ങോട്ട് വരുമ്പോൾ 4 ഇഞ്ച് കൂട്ടണം, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ABCD ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത്ര മാത്രം. ഈ എയും ബിയും സിയും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് ഇത് എന്നും ഉപകാരമായിരിക്കും. അതുകൊണ്ടാണ് ഈ മെത്തേഡ് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കുകയും ചെയ്യാം കേട്ടോ, ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. നമ്മൾ ഇത്രയും അതിൻ്റെ അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള മാക്സിമം വേണ്ട വീതിയും മാക്സിമം വേണ്ട നീളവും ഇപ്പോൾ ഇതിൽ അടയാളപ്പെടുത്തി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി അടയാളപ്പെടുത്തണം. അപ്പോൾ നമ്മൾ സീറ്റ് റൗണ്ടിൻ്റെ വീതി, അതാണ് നമുക്ക് മാക്സിമം വേണ്ട വീതി. ഒരു സീറ്റ് റൗണ്ട് എത്ര വീതി വേണോ അതിന് കണക്കാക്കിയിട്ടുള്ള വീതി മതി നമുക്ക് തുണി മടക്കി ഇടുന്ന സമയത്ത്. അപ്പോൾ അത് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റ് എത്ര വേണം എന്നുള്ളതാണ്. വേസ്റ്റ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് കിട്ടിയത് 30 ഇഞ്ചാണ്. ഓക്കെ, 30 ഇഞ്ച്. ഈ വേസ്റ്റിൻ്റെ 4/1 നമ്മളിത് കാണുമ്പോഴും വേസ്റ്റ് നമ്മളൊരു കസ്റ്റമറെ മേത്തുനിന്ന് എടുത്ത അളവാണെങ്കിൽ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, തുണി നിന്ന് എടുത്ത അളവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തുണിയിൽ നിന്ന് എടുത്താണെങ്കിൽ തുണിയിൽ ഓൾറെഡി അതിനുള്ള ലൂസ് വിട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ തുണിയിലുള്ള അളവ് തന്നെ നമ്മൾ ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ കസ്റ്റമറെ എടുത്തുനിന്ന് എടുത്തപ്പോൾ നമുക്ക് 30 ഇഞ്ചാണ് കിട്ടിയത്. അതിനോട് 10 കൂട്ടുക, ഹരിക്കണം 4 ചെയ്യുക. ഇതുപോലെ തന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടുക. ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയത് 30 ആണ്. 30 + 10 40. 40 4 കൊണ്ട് ഹരിക്കുമ്പോൾ 10 കിട്ടും. അപ്പോൾ 10ഉം 1 ഇഞ്ച് തയ്യൽ തുമ്പും മൊത്തം 11 ഇഞ്ച്. അപ്പോൾ എനിക്ക് വേസ്റ്റ് എത്രയാണ് കിട്ടിയത്? 11 ഇഞ്ച്. EF നമുക്ക് ഇവിടെ ഏകദേശം ഒരു ഇത്ര വരും. G എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ പോയിന്റ്. ഇവിടെ എത്രയാണ്? DG 11 ഇഞ്ച്. എങ്ങനെയാ 11 കിട്ടിയത്? വേസ്റ്റ് റൗണ്ട് VR എന്ന് എഴുതുന്നു പ്ലസ് 10/4 പ്ലസ് 1 ഇഞ്ച് ദാറ്റ് ഈക്വൽ ടു എൻ്റെത് ഇവിടെ 30 ആയിരുന്നു. 30ഉം 10ഉം 40/4. അപ്പോൾ 10 ഇഞ്ച് പ്ലസ് 1 ദാറ്റ് ഈക്വൽ ടു 11 ഇഞ്ച്. DG എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. ഇനി നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ക്രോച്ച് ലൈൻ, ക്രോച്ച് ലെങ്ത് ഇല്ലേ നമ്മൾ കണ്ടുപിടിച്ച? യെസ്, നമ്മൾ ഒരാളെ മേത്തുനിന്ന് ക്രോച്ച് ലെങ്ത് എടുക്കുന്നത്. അതുപോലെ കസ്റ്റമറുടെ മേത്തുനിന്ന് എങ്ങനെ ക്രോച്ച് ലെങ്ത് എടുക്കാന്ന് ഞാൻ കാണിച്ചിട്ടില്ല. 1-2 ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യാം എങ്ങനെ കറക്റ്റ് എടുക്കുക എന്നുള്ളത്. ചില സമയത്ത് നമുക്ക് കസ്റ്റമറുടെ അടുത്തുനിന്ന് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഏകദേശം എടുക്കേണ്ട ഒരവസ്ഥ വരുമല്ലോ. ആ അവസ്ഥ അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ വേസ്റ്റ് റൗണ്ട് ഇല്ലേ, അതായത് ഇപ്പം എനിക്ക് കിട്ടിയ വേസ്റ്റ് റൗണ്ട് 30 അല്ലേ? ഈ 30നെ നമ്മൾ 3 കൊണ്ട് ഹരിക്കാം പ്ലസ് തയ്യൽ തുമ്പ്. ഇവിടെ ക്രോച്ചിന് നമ്മൾ ഈ താഴെ ഭാഗത്ത് തയ്ച്ച് ശീലമുള്ളവർക്കറിയാം, നമ്മൾ ക്രോച്ച് ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എത്രയാണ് വരിക? 30/3 10. 10 വരെ 10.5 ഇഞ്ചാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ക്രോച്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുമ്പോൾ 10.5 ഇഞ്ച്.
അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ ക്രോച്ച് 10.5 ആണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഇവിടെ എന്ത് കൂടി കൂട്ടണം? നമ്മളിവിടെ എന്ത് വിട്ടിട്ടുണ്ട്? ഇവിടെ നമ്മൾ കയറിടാനുള്ള ആ 1.5 ഇഞ്ച് വിട്ടിട്ടുണ്ട്. കയറടിക്കാൻ വേണ്ടി നമ്മൾ നീളത്തിനേക്കാളും 1.5 ഇഞ്ച് കൂടുതൽ നമ്മളിവിടെ എ മുതൽ ഡി വരെ ആ നീളം നമ്മൾ വിട്ടിട്ടുണ്ട്. ആ നീളം നമ്മൾ കൂട്ടേണ്ടതുണ്ട്. അതൊരിക്കലും മറന്നു പോകരുത്. നമ്മുടെ ക്രോച്ച് ലെങ്ത്തിൽ 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ഒക്കെ വ്യത്യാസം വരുന്നത് നല്ല രീതിയിൽ നമ്മളെ പാൻറ്റിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എവിടെ മുതലാണ് എടുക്കേണ്ടത്? ഈ 10.5യുടെ കൂടെ ഈ 1.5 കൂടിയും കൂട്ടണം. ഓക്കെ, അപ്പോൾ എത്രയായി ടോട്ടല്? 12 ഇഞ്ച് അല്ലേ? 10.5 11 12 ഇഞ്ച്. യെസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ജി മുതൽ, അതായത് ഇപ്പോൾ ക്രോച്ച് ലെങ്ത് വരുന്നത് ജി മുതൽ 12 ഇഞ്ചിലാണ് നമുക്ക് ക്രോച്ച് ലെങ്ത് വരിക. ഓക്കെ, അപ്പോൾ ഞാൻ അളന്നില്ല, നിങ്ങൾ അളന്നിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിരിക്കും നമുക്ക് ഏകദേശം ക്രോച്ച് ലൈൻ വരിക. അപ്പോൾ അതേപോലെ നമുക്ക് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് എച്ച് എന്ന് മാർക്ക് ചെയ്യാം, ഇവിടെ ഒരു ഐ എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡി എച്ച് എത്രയാന്ന് കിട്ടി അല്ലേ? ഡി എച്ച് എത്രയാണ്? ഡി എച്ച് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിനെ 3/1 ഹരിച്ചിട്ട്, വേസ്റ്റ് റൗണ്ടിന്റെ 3/1 കാണുക, അല്ലെങ്കിൽ 3 കൊണ്ട് ഹരിക്കുക, പ്ലസ് തയ്യൽ തുമ്പ്. ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വരും, അതും പിന്നെ ഈ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. അപ്പൊ മൊത്തം എത്രയായി? 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ദാറ്റ് ഈക്വൽ ടു, ഇവിടെ ഞാൻ 30 എടുത്തത്, 30/3 10, എനിക്ക് 12 ഇഞ്ച്. ഓക്കെ, ഇതാണ് ഡി എച്ച് വരുന്നത്. ഈ ഡി എച്ച് ഈക്വൽ ആണ് എന്താണ്? ഡി ഐ. ഇവിടെ മുതൽ ഇവിടെ വരെ നമ്മൾ എപ്പോഴും ഇല്ലേ ഇങ്ങനെ വരകൾ വരക്കുന്ന സമയത്ത്, ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇതാ ഇവിടെ മാർക്ക് ചെയ്ത് നേരെ ഇങ്ങ് വരച്ചാൽ മതി അല്ലേ? പക്ഷേങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു നേരെ വര, എന്നിട്ട് ഇവിടെ ഈ ഒരു മാർക്കിംഗ് ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാനിവിടെ ഏകദേശം വരച്ച പോലെ ഇങ്ങനെ തന്നെ അങ്ങ് വരച്ചാൽ മതി. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ വര, ഇതിപ്പോൾ നമുക്ക് സീറ്റ് റൗണ്ടിന്റെ വരയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഡി ഇ കണ്ടുപിടിച്ചില്ലേ അല്ല? ഡി ഇ, അതായത് എങ്ങനെയാ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചേ? സോറി, ഇവിടെ എവിടെയോ ഞാൻ മാറി എഴുതിയോ? യെസ്, ഡി എഫ് എന്നാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അതൊന്ന് തിരുത്തണം, ഞാൻ എഴുതിയതിൽ മാറിയതാന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഡി എഫ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? അത് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഇവിടേക്കാണ് ആ നീളം വേണ്ടത്, ആ വീതി വേണ്ടത്. ഓക്കെ, പാൻറ്റിന്റെ ഈ വീതി ശരിക്കും നമുക്ക് ഇവിടേക്ക് കട്ട് ചെയ്യാൻ ആവശ്യമില്ല, ഇവിടേക്കാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഈ ലൈന് നേരെ വരക്കണമെങ്കിൽ ഇവിടെ ഞാൻ ജെ എന്ന് മാർക്ക് ചെയ്യാണ്. ഈ ജെ എന്നുള്ള പോയിന്റ് നമുക്ക് നേരെ കിട്ടണമെങ്കിൽ ഈ ഒരു പോയിന്റ് മാത്രം വെച്ച് നമുക്ക് വരച്ചാൽ റെഡി ആവില്ല. അപ്പൊ എന്ത് ചെയ്യുക? ഈ ഒരു വരയിലും കൂടി നമ്മളത് മാർക്ക് ചെയ്യുക. അതായത് ഇവിടെ എടുത്ത 12 ഇവിടെയും കൂടി മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും. അപ്പൊ നമുക്കത് നേരെ വരച്ചെടുക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എന്താ കിട്ടിയത്? ക്രോച്ച് ലെങ്ത് കണ്ടുപിടിച്ചു നമ്മൾ. പിന്നെ ആദ്യം സീറ്റ് റൗണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിൻ്റെതും ചെയ്ത് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷെ നമുക്ക് എന്താ ചെയ്യാം? സീറ്റ് റൗണ്ടിന്റെ വീതി നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് തുണിക്ക് എത്ര വീതി വേണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ സീറ്റ് റൗണ്ട് നമുക്ക് കറക്റ്റ് പൊസിഷനിൽ, ഇത് നിങ്ങൾക്ക് ഡൗട്ട് വയ്ക്കാം, ഇത് എന്തുകൊണ്ട് ആദ്യം മാർക്ക് ചെയ്തില്ല എന്നുള്ളത്. സീറ്റ് റൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? സീറ്റിന്റെ കറക്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ക്രോച്ച് ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ക്രോച്ച് ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ മുന്നേ നമുക്ക് എന്ത് വേണം? തുണിക്ക് എത്ര വീതി വേണമെന്ന് കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഡി ഇ ചെയ്തത്. ഓക്കെ, നമ്മുടെ തുണിന്റെ വീതി, പാൻറ്റിന്റെ തുണിന്റെ വീതി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. പാൻറ്റിന്റെ തുണിന്റെ വീതി എന്ന് പറയുന്നത് സീറ്റ് റൗണ്ട് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ചാണുള്ളത്. അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ സീറ്റ് റൗണ്ട് കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം ഇപ്പോൾ ഇതുപോലെ നമുക്കൊരു ഡയഗ്രാം വരും. ഓക്കെ, ഇങ്ങനെ ഒരു ലൈന്, ഇങ്ങനെ ഒരു ലൈന്, ഇത്രയും വരും. ഈ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഒരാവശ്യമുള്ളത്, പിന്നെ നമ്മൾ ലാസ്റ്റ് എടുത്തിട്ടുള്ള ഒരു അളവ്, അതായത് നമ്മുടെ എത്രയാ? നമ്മുടെ ലെഗ് ഓപ്പണിങ്ങിന്റെ അളവ്. ലെഗ് ഓപ്പണിങ് ഞാനൊരു 6.5 ഇഞ്ചാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഞാൻ അന്ന് എനിക്ക് ലെഗ് ഓപ്പണിങ്ങിന്റെ അളവ് എടുക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 6.5 ഇഞ്ച് കണക്കാക്കാം. അത് ഏകദേശം ഇവിടെയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ കെ എന്ന് മാർക്ക് ചെയ്യാണ്, ആ ഒരു പോയിന്റിനെ. ഓക്കെ,
ഇങ്ങനെ ലെഗ് ഓപ്പണിങ് കെ. നമ്മൾ ഒരിക്കലും ഇവിടെ മാർക്ക് ചെയ്യരുത്. നമ്മുടെ ലെഗിന്റെ ഇതെന്ന് പറയുന്നത് തയ്യൽ തുമ്പാണ് മടക്കി അടിക്കാനുള്ള. നമ്മുടെ ഇത് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് എന്ന് പറയുന്നത് 6.5. 6.5 മാത്രമല്ല ബി കെ എന്ന്. അപ്പോൾ ബി മുതൽ കെ വരെ എന്ന് പറയുന്നത് 6.5 പ്ലസ് ഈ ഭാഗത്ത് നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ഓക്കെ. അപ്പോൾ എത്രയായിരിക്കും ബി കെ എന്ന് പറയുന്നത്? മൊത്തം 8 ഇഞ്ച്. ഓക്കെ. അങ്ങനെ നമ്മളിവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ 8 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് ഇതിലേക്കൊരു ലൈൻ വരക്കും. ഇങ്ങനെ കണ്ടോ? കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട്. ബോർഡ് ആയതുകൊണ്ട് പിടിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇതാ ഇങ്ങനൊരു ലൈൻ വരച്ചു. ഇപ്പോൾ നമ്മുടെ താഴെ ഭാഗം റെഡിയാണ്. നമുക്ക് ഇതൊക്കെ വരക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സ്കെയിലുകളുണ്ട്. നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ടാണെങ്കിലും ചെയ്യാം. നമ്മുടെ പണി ഈസി ആവും. ഓക്കെ. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരച്ചതിന് ശേഷം ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് ചെരിച്ച് വരക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാലും നമുക്ക് എവിടെയാണ് നമ്മുടെ കറക്റ്റ് അളവ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു കോൺ ഷേപ്പിൽ വരയ്ക്കുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രവുമല്ല, നമ്മളിപ്പം ഈ ഷേപ്പിൽ തന്നെ നേരെ ഇങ്ങ് കട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഈ ലൈനിങ് നമുക്കിവിടെ ഇപ്പോൾ അളന്ന് നോക്കിയാലും അറിയാം എത്രയാ തയ്യൽ തുമ്പ് എന്നുള്ളത്. പക്ഷേ നമ്മൾ മടക്കി തയ്ക്കുന്ന സമയത്ത് ഇതേ അളവിനാണെങ്കിൽ മടക്കി തയ്ക്കുമ്പോൾ എവിടെ എത്തുള്ളൂ തുണി? ഇതാ ഇതേ അളവാണെങ്കിൽ മടക്കി തയ്ക്കുമ്പോൾ തുണി എവിടെ എത്തുള്ളൂ? ഇതാ ഇവിടെ എത്തുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് തുണി എത്താത്തൊരു വിഷയം വരും മടക്കി തയ്ക്കാനായിട്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം കൂടി ഒഴിവാക്കാനായിട്ട് നമ്മളെപ്പോഴും ഇതാ ഇവിടെ മാർക്കിങ്ങിൽ നിന്നും കുറച്ച് ചെരിച്ച് ഇതുപോലെ തന്നെ വെട്ടി ശീലിക്കുക. അങ്ങനെ ശീലിച്ചാൽ എന്താ, നമ്മൾ മടക്കി തയ്ക്കുന്ന സമയത്ത് ഈ തുണി ഇവിടെ വരെ ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് മടക്കി തയ്ക്കുമ്പോഴും അത് ഇങ്ങോട്ടേക്ക് എത്തും. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു വി ഷേപ്പ് ഇവിടെ വരുന്നത് കൊണ്ട് നമുക്കത് നമ്മുടെ അളവ് കറക്റ്റ് കണ്ടുപിടിക്കാനും എളുപ്പമാണ്. ഓക്കെ. നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആകെ ചെയ്യാനാണ് നമ്മുടെ ഈ ഒരു ക്രോച്ച് ലെങ്ത്തും സീറ്റിൻ്റെ ഈ ഒരു ഇതും കൂടി നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കണക്ട് ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഇവിടെ നിന്നിട്ട് നമ്മുടെ സീറ്റിൻ്റെ വീതി നമ്മൾ കണ്ടുപിടിച്ച ഭാഗമല്ല, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഓക്കെ. അത് ഏത് പെയിൻറ്റിനാണെങ്കിലും 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ചെറിയ കുട്ടികളതൊക്കെ ആണെങ്കിൽ ഒരു 2 ഇഞ്ച് മതിയാവും. ഒരു നോർമൽ സൈസിൽ വരുന്നത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഓക്കെ. ഇവിടെ കെ ഇട്ടു. ഇവിടെ എല്ലിടുന്നുണ്ട്. ഇവിടെ എച്ച് ഓൾറെഡി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ എച്ചിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. നമ്മൾ ഫസ്റ്റിൽ ഇങ്ങനെ ഈ ഒരു ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എച്ചിട്ടത്. ഈ ഒരു ലൈന് അധികം പ്രസക്തി ഇല്ല. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ 2.5 ഇഞ്ചിൽ ഒരു മാർക്ക് ഇട്ടു. ഈ മാർക്ക് നമ്മളിവിടെ എല്ലിന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ ജെ എൽ എത്രയാണ്? 2.5 ഇഞ്ച്. ഇത് നമുക്ക് എവിടെ അളവിലുള്ളതല്ല, നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്ന ഒരളവാണ്. അപ്പോൾ 2.5 ഇഞ്ച്. ഈ 2.5 ഇഞ്ചിലേക്ക് എന്ത് ചെയ്യുക? ജിയിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ. ഇങ്ങനെ ഈ ലൈന് ഇതാണ് ശരിക്കും നമുക്ക് വേണ്ട ലൈന്. മറ്റേത് എച്ച് എന്നുള്ളത് നമ്മൾ ആ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇട്ടതാണ്. ഈ ലൈന് കണ്ടോ? ഇങ്ങനെ വരച്ചതിന് ശേഷം എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഇതിങ്ങനെ കർവാക്കി കൊണ്ടുവരാം. കണ്ടോ? ഇങ്ങനെ നേരെ തിരിച്ച് നമ്മൾ ചിലരിതാ ഇവിടെ തന്നെ കർവാക്കി കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഈ ഭാഗം മാത്രം കുറേ തെറിച്ച് നിൽക്കും. പക്ഷെ ഇതൊരു ഇതിലുണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ പഠിക്കാം. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുള്ളത്. ഇതിലിപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമായിരിക്കും വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ പറ്റുക. അതുപോലെ ഇപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെയാണ് ഇതിൻ്റെ ഫോൾഡിങ് വരിക. ഈ തുണീൻ്റെ ഫോൾഡിങ് അതിനെ സൂചിപ്പിക്കുന്ന ആരോയാണ് ഇത്. ഏത് ഭാഗത്താണ് ഫോൾഡിങ് എന്ന് കാണിക്കാൻ. ഫോൾഡിങ് മാത്രമല്ല, ഈ തുണി മൊത്തത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം മടക്കി വീണ്ടും ഒന്നും കൂടി മടക്കുന്ന രീതിയാണ് ഇത്. അതല്ലെങ്കിൽ പെയിൻറ്റിന് നേരെ തിരിച്ചും ചെയ്യാൻ പറ്റും. അതായത് മേലെയും താഴെയും ഫോൾഡിങ് വരുന്ന രീതിയിലും മേലെയും സൈഡിലും ഫോൾഡിങ് വരുന്നത്. അതായത് ഒരു തുണി, ഇപ്പോൾ ജസ്റ്റ് ഒരു തുണി കാണിച്ചു തരാം. ഇതൊരു കുറച്ച് വലിയ തുണിയായി. ഇപ്പോൾ ഈ ഒരു മിനിറ്റ്. ഈ ഒരു തുണിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെയുള്ള തുണിയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് മടക്കുക, അതിനുശേഷം ഇങ്ങോട്ടേക്ക് മടക്കുക. ഈ രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് പാൻറ് കട്ട് ചെയ്യാൻ പറ്റും.
നിങ്ങളിപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഒന്നും ഇതാക്കണ്ട, ഞാനൊരു ഇവിടുന്ന് ഒരു തുണി എടുത്തു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, ഇതിപ്പോൾ ലെങ്ത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞു 36 ഇഞ്ച്, 36 ഇഞ്ചും 1.5 ഇഞ്ച് മേലോട്ടും ഇപ്പോൾ എത്രയും 37.5, 4 ഇഞ്ച് താഴോട്ടും, അപ്പോൾ 41.5. ഇത്ര ലെങ്ത്ത് ഇതിൽ കിട്ടുവാണെങ്കിൽ ഈ തുണി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാക്സിമം നമ്മൾ തുണി എത്ര വേസ്റ്റ് ആക്കാതെ ചെയ്യാമെന്ന് ശ്രമിക്കുക. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒരു മടക്ക് പിന്നെ ഇങ്ങോട്ടേക്ക് മടക്കിയാൽ ഈ ഭാഗത്തു നിന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഈ ഇങ്ങനെ മടക്കിയപ്പോൾ ഇവിടെ മാത്രമാണ് 2 തുണി ഫോൾഡായിട്ട് വന്നത്. അതുകൊണ്ട് ഇവിടെ അതാണ് ഞാൻ ഇവിടെ ഫോൾഡിങ് ആദ്യം കാണിച്ചത്. പിന്നെ ഞാൻ ആദ്യം കാണിച്ച മെത്തേഡാണെങ്കിൽ ഇതാ നമ്മൾ ഇങ്ങോട്ടേക്ക് മടക്കി അല്ലേ, ഈ തുണി ആദ്യം ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് മടക്കി, അപ്പോൾ ഇവിടെ ഒരു ഫോൾഡിങ് വന്നു. പിന്നെ നമ്മളിതാ ഇങ്ങോട്ടേക്ക് മടക്കി, അപ്പോൾ ഈ ഭാഗത്തും ഫോൾഡിങ് വന്നു. അപ്പോഴും നമുക്കിതാ മൊത്തം 4 തുണി വരും. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഓക്കെ, പെയിൻറ്റിൻ്റെ കാര്യത്തിൽ പെയിൻറ്റ് നമുക്ക് എങ്ങനെയാണോ കിട്ടുന്നത്, അതായത് ഇപ്പോൾ ഡിസൈനൊക്കെ ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യണം, അല്ലാത്താണെങ്കിൽ നമുക്ക് എങ്ങനെയാണോ എളുപ്പം വെട്ടാൻ കിട്ടുന്നത് അതുപോലെ എടുക്കുക. അങ്ങനെ നമ്മൾ തുണി വെട്ടുന്ന രീതി കാണിക്കും. ഇപ്പം നിങ്ങൾക്കൊരു സംശയം തീർക്കാൻ വേണ്ടി ജസ്റ്റ് ഇത് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഫോൾഡിങ് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. ഇതേപോലെ എഴുതിയെടുക്കുക. ഇതേപോലെ എഴുതിയെടുക്കുക എന്ന് വെച്ചാൽ ഈ ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുന്നത് കറക്റ്റ് അളന്നിട്ടായിരിക്കണം. നിങ്ങളോട് ഞാനൊരു പേപ്പർ സ്കെയിലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അത് കിട്ടിയിട്ടുള്ളവരൊക്കെ ആ പേപ്പർ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം. പേപ്പർ സ്കെയിലിൻ്റെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതിപ്പോൾ ഇവിടെ കാണുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പേപ്പർ സ്കെയിലിൻ്റെ ഒരു വശത്ത് ഇഞ്ചസ് എന്ന് എഴുതിയിട്ടുണ്ടാവും, മറ്റേ വശത്ത് സെൻറ്റിമീറ്റേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും. നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇഞ്ചസ് എന്ന് എഴുതിയ ഭാഗമാണ്. ആ ഭാഗത്ത് നമ്മൾ അതിൽ ഓരോരോ അളവുകളുണ്ട്. അതായത് പേപ്പർ സ്കെയിലിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഇഞ്ചില്ലേ, ഈ ഇഞ്ചിനെ ഇവർ അതേപോലെ ഇവിടെ ചെറുതാക്കി കൊടുത്തിട്ടുണ്ടാവും പേപ്പർ സ്കെയിലിൽ. അപ്പോൾ നമ്മൾ ഏത് സൈഡാണ്, അതായത് അതിലുണ്ടാവും 1:4 എന്നും 1:5 എന്നും 1:6 എന്നൊക്കെ ഓരോരോ സൈഡിനുണ്ടാവും. ഏത് സൈഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ സൈഡ് തന്നെ ഉപയോഗിച്ചിട്ട് വേണം മൊത്തം വരകളും വരയ്ക്കാൻ. അതായത് ആ ഒരു പേപ്പർ സ്കെയിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൈഡ് മാറിപ്പോകരുത്. എന്നിട്ട് നമ്മൾ ഏത് സൈസ് ഉപയോഗിച്ചിട്ടാണോ വരച്ചത് അത് നമ്മളിവിടെ എഴുതി വെക്കുകയും വേണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് എഴുതി വെക്കുക. 1:4 ആണെങ്കിൽ 1:4 എന്നുള്ളത്. അങ്ങനെ ആ മെത്തേഡിൽ തന്നെ എല്ലാവരും ചെയ്യാം. ഇനി പേപ്പർ സ്കെയിൽ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ സ്കെയിലിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം. പക്ഷേ എങ്കിൽ സ്കെയിലിൽ നമ്മളിപ്പോൾ സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. സെൻറ്റിമീറ്റർ ഇത് തന്നെ ഇപ്പോൾ 30 സെൻറ്റിമീറ്റർ നമുക്ക് ഒരിക്കലും ഒരു ബുക്കിൽ വരച്ചെടുക്കാൻ പറ്റില്ല ആ ഒരു അളവ് വെച്ചിട്ട്. മറ്റേതാകുമ്പോൾ പേപ്പർ സ്കെയിലിൽ കറക്റ്റ് നമ്മൾ വരച്ച് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ പേപ്പർ സ്കെയിൽ ഉപയോഗിച്ച് അളന്ന് നോക്കിയാൽ നമ്മളെ കറക്റ്റ് അളവ് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ പേപ്പർ സ്കെയിൽ എല്ലാവരോടും പറഞ്ഞിരുന്നു സംഘടിപ്പിക്കാൻ, കിട്ടാത്തവർ ബുദ്ധിമുട്ടുണ്ട്. തൽക്കാലം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഡയഗ്രാം വരയ്ക്കുക. വരച്ചതിന് ശേഷം കറക്റ്റായിട്ട് അളവുകൾ ഇതുപോലെ എഴുതി വെക്കുക. നിങ്ങൾ നോട്ട് ബുക്ക് ആണെങ്കിൽ നോട്ട് ബുക്കിൻ്റെ ഒരു സൈഡ് ഡയഗ്രാം വരയ്ക്കുക. അതായത് ഇപ്പോൾ നോട്ട് ബുക്ക് നിർത്തുന്ന സമയത്ത് ഈ നോട്ട് ബുക്ക് നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങളുടെ അടുത്തുള്ള നോട്ട് ബുക്ക് ആണെങ്കിൽ നോട്ട് ബുക്ക് ഇങ്ങനെ തുറക്കുക, ഈ സൈഡിൽ ഡയഗ്രാം വരയ്ക്കുക, ഈ സൈഡിൽ ഇതുപോലെ നമ്മുടെ ഇതും എഴുതി വെക്കുക, മെഷർമെൻറ്റ്സും നമ്മുടെ കാൽക്കുലേഷൻസൊക്കെ എഴുതി വെക്കുക. ഓക്കെ, നിങ്ങളെ അളവ് ഇവിടെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ എഴുതി വെക്കുക. എന്നിട്ട് അവിടെ തന്നെ നിങ്ങൾ ഡയഗ്രാം വരയ്ക്കുക. ഇപ്പുറത്ത് നിങ്ങളുടെ ഇങ്ങനത്തെ കണക്കുകളും കാര്യങ്ങളും എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് തുറന്ന് നോക്കാൻ എളുപ്പമായിരിക്കും, നമുക്ക് നോക്കാൻ എളുപ്പമായിരിക്കും. വരച്ചതും ഇതുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ എളുപ്പമായിരിക്കും. ആ രീതിയിൽ എല്ലാവരും ചെയ്യുക. ഇന്ന് 8:30 ലൈവ് സെക്ഷൻ ഉണ്ടാവും. എല്ലാവരും നിർബന്ധമായിട്ട് കയറുക. പിന്നെ അപ്പോഴത്തേക്ക് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു വെക്കുക, കാണുക, എഴുതാൻ ശ്രമിക്കുക. അപ്പം തന്നെ ഞാനിത് വരച്ചൊരു മെത്തേഡ് കിട്ടണമെങ്കിൽ ഞാനിപ്പോൾ ഓരോരോ വരകൾ ഏത് വരയാണ് ആദ്യം വരച്ചത് ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള ആ ഒരു ഓർഡർ കിട്ടാൻ നിങ്ങൾ കൂടെ തന്നെ വരക്കുക. ആദ്യം വീഡിയോ ഒന്ന് കാണുക, ജസ്റ്റ് ഒന്ന് കാണുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ വരച്ചും എഴുതിയും റെഡിയാകുക. അതിനുശേഷം നിങ്ങൾ ഒന്നും കൂടി നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ടോപ്പിനേക്കാളും മുന്നേ പെയിൻറ്റ് തന്നത്. പെയിൻറ്റിൽ നമുക്ക് ഇത്രയേ വരുന്നുള്ളൂ, ടോപ്പാണെങ്കിൽ നമുക്ക് ഒരുപാട് വരും. ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് അതെന്നും ഒരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നന്നായിട്ട് ശ്രദ്ധിച്ച് കാണാം. നിങ്ങൾ കരുതുന്ന മാതിരി ഒരു കാണലുകൊണ്ടൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ നിങ്ങളത് മനസ്സിലാവില്ല എന്നൊരിക്കലും കരുതരുത്. ഈസി ആയിട്ടുള്ള മെത്തേഡാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ.